അടുത്ത ഏപ്രിൽ ആദ്യവാരം മധുരയിൽ വെച്ച് നടക്കുന്ന CPIM 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി കേൾക്കുന്നില്ലേ 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെ കൊല്ലത്ത് വെച്ച് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 9-ാം തീയതി വൈകുന്നേരം പൊതുസമ്മേളനം നടക്കുന്ന കൊല്ലം ആശ്രമം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ ഉയർത്തുന്നതിനുള്ള ചെമ്പതാകയാണ് മിനിഞ്ഞാന്ന് വൈകുന്നേരം അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികൾ മഠത്തിൽ അപ്പുവിന്റെയും ചിരുകണ്ഠന്റെയും കുഞ്ഞമ്പുവിന്റെയും അബൂബക്കറിന്റെയും അനശ്വര സ്മരണകൾ രമ്പുന്ന തേജസ്വി തീരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങൾക്ക് കൈമാറി പതാക ജാഥയായി കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലെ പര്യടന പരിപാടികൾ പൂർത്തിയാക്കി ഇപ്പോൾ ഇവിടെ പാലക്കാട് ജില്ലയിൽ കൊളപ്പുള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം ചെറുതുരുത്തിയിൽ വെച്ച് ഈ ജാഥ തൃശൂർ ജില്ലയിൽ പ്രവേശിക്കും. മറ്റു ജില്ലകളിലെ 2 നാൾ നീണ്ടു നിൽക്കുന്ന പര്യടനങ്ങൾക്കൊടുവിൽ 5-ാം തീയതി വൈകുന്നേരം നേരത്തെ സൂചിപ്പിച്ച സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളന നഗരിയിൽ ഈ പതാക എത്തിച്ചേരുകയും അവിടെ പതാക ഉയർത്തുകയും ചെയ്യും. നമ്മുടെ നാടാകെ ഏറെ പ്രതീക്ഷയോടെ CPIM എന്ന പ്രസ്ഥാനത്തെയും നമ്മുടെ സംസ്ഥാന സമ്മേളനത്തെയും നോക്കിക്കാണുന്ന വിലയിരുത്തുന്ന ഒരു കാലമാണ് ഇത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ മുദ്രാവാക്യവും കാഴ്ചപ്പാടും വെച്ചു പുലർത്തിക്കൊണ്ടാണ് CPIM മുൻപോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെയും നാടിന്റെയും നാളെയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുകയും നാം ശരിയായ ദിശയിൽ നമ്മുടെ നാടിനെ നയിക്കുന്നതിന് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്താൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ ഇത്തവണ നവകേരളത്തിന്റെ രൂപരേഖ എന്ന നിലയിൽ ഒരു പ്രത്യേക രേഖ കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കും എന്ന് ഇതിനോടകം തന്നെ പത്രമാധ്യമങ്ങൾ വഴിയും മറ്റുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു കാലയളവാണിത് എന്ന് എല്ലാവരും ശരിയായി കാര്യങ്ങളെ ഗ്രഹിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലുടനീളം രാഷ്ട്രീയ അധികാരത്തിലെത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റുകൾ, നമ്മുടെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റുകൾ വളരെ വിപ്ലവകരമായ പല തീരുമാനങ്ങളും പരിഷ്കാരങ്ങളും കേരളത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക കേരളത്തിന്റെ അസ്ഥിവാരമായി തന്നെ പലരും പരിഗണിക്കുന്ന കുടിയിറക്കൽ നിരോധന നിയമം, അതുവഴി സമഗ്രമായ ഭൂപരിഷ്കരണം, അത് യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി ഏറ്റെടുത്ത മഹത്തായ പ്രക്ഷോഭം, അതുപോലെ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലായിരുന്നാലും സമ്പൂർണ്ണ സാക്ഷരതയായിരുന്നാലും ഗ്രാമീണ മേഖലയുടെ വികസനം യാഥാർത്ഥ്യമാക്കിയ ജനകീയാസൂത്രണമായാലും ഒക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത മഹത്തായ അടയാളങ്ങൾ തീർത്തുകൊണ്ടാണ് ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളും ഭരണം നിർവഹിച്ചത്. അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലാണ് കഴിഞ്ഞ 8-9 വർഷമായി കേരളത്തിൽ വളരെ നിർണായകമായ മാറ്റങ്ങളുടെ ഒരു ഘട്ടമായി മഹത്തായ വലിയ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിത്തീർക്കുന്ന വൻകിട പദ്ധതികൾ, ലോകത്തിലെ വ്യാവസായികമായും സാമ്പത്തികമായുമെല്ലാം അഭിവൃദ്ധി പ്രാപിച്ച സമൂഹങ്ങളോട് പോലും മത്സരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കും വിധം വൻകിട വികസന പദ്ധതികൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ദേശീയപാത വികസനം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായി. തദ്വാര കേരളം പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ഒരു സംസ്ഥാനമായി മാറി. വിഴിഞ്ഞം തുറമുഖം, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ ഇപ്പോ അടുക്കാൻ കഴിയുന്ന കേരളത്തിന്റെ ഭാവി വികസനത്തിന്റെ താക്കോൽ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ഒരു വൻകിട വികസന പദ്ധതിയായി അത് മാറി. ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ. ഇതിന്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇതിൽ പലതും ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അപ്രായോഗികമെന്നും അസാധ്യമെന്നും തീർപ്പ് കൽപ്പിച്ച് എന്നേക്കുമായി ഒഴിവാക്കിയ അവസാനിപ്പിച്ച പദ്ധതികളായിരുന്നു. ലളിതമായി പറഞ്ഞാൽ
ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അന്ധവിശ്വാസം വലിച്ച പദ്ധതികളായിരുന്നു ഇതിൽ പലതും. മരിച്ചുപോയ പദ്ധതികൾ. മരിച്ചുപോയ മനുഷ്യർക്ക് ജീവൻ കൊടുക്കാനാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും വൈദ്യശാസ്ത്രം അനുകൂലമായ ഒരു ഉത്തരം കണ്ടെത്തിയിട്ടില്ല. മരിച്ചുപോയാൽ മനുഷ്യർ മരിച്ചുപോയതാണ്. എന്നാൽ മരിച്ചുപോയ പദ്ധതികൾക്ക് ജീവൻ കൊടുക്കാനാകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ, അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി മരിച്ച് മണ്ണടിഞ്ഞുപോയി എന്ന് തീർപ്പ് കൽപ്പിക്കപ്പെട്ട പദ്ധതികൾക്ക് നവജീവൻ പകർന്നു കൊടുക്കുന്ന ഒരു മഹാജാലവിദ്യയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഈ കേരളത്തിൽ ഈ കാലത്ത് ഇപ്പൊ നടന്നത്. അങ്ങനെയാണ് ദേശീയപാത വികസനം, കൊച്ചി ഇടവൻ പവർ ഹൈവേ, ഗെയിൽ, ഇതെല്ലാം അങ്ങനെ നാം ജീവൻ വെപ്പിച്ച പദ്ധതികളാണ്. LDF ഗവൺമെന്റ് ജീവൻ നൽകിയ പദ്ധതികളാണ്. ഒരു കാലത്ത് ഇല്ലാതെയായി പോയതാണ്. ഇതെല്ലാം ഈ കേരളം വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം ഇത്തരം വൻകിട പദ്ധതികളുമായി കേരളത്തെ ലോകത്തിലെ തന്നെ വികസന പദ്ധതികളോട് മത്സരിക്കാൻ കഴിയും വിധമുള്ള ഔന്നത്യത്തിലേക്ക് നയിക്കുന്ന പദ്ധതികളോടൊപ്പം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ, ദുർബലരായ മനുഷ്യർ, ജീവിത പ്രയാസങ്ങളെ നേരിടുന്നവർ, അവർക്ക് കൈത്താങ്ങായി നിൽക്കാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം.